യെസ്, ശ്രീജിത്ത് പണിക്ക, ഇപ്പോൾ ഇത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഇപ്പം CBI പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അഡീഷണൽ ചാർജ് ഷീറ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ തിരുവനന്തപുരം CJM കോടതി സമർപ്പിച്ചതാണ് കുറ്റപത്രം. പക്ഷേ ഈ ബ്യൂറോക്രാറ്റിക് കോൺസ്പിറസി എന്നതിലുപരിയായിട്ട് പൊളിറ്റിക്കൽ കോൺസ്പിറസി, ശരിക്കും അതിൻ്റെ ഗുണഭോക്താക്കൾ ആയിട്ടുള്ളവർ അവർ ഇപ്പോഴും പുറത്ത് സ്വൈരവിഹാരം നടത്തുകയാണ്. അവരെ കൂടി ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തേണ്ടതല്ലേ? ഇതിപ്പോൾ ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങിപ്പോയി എന്നൊരു ആക്ഷേപം ഉയർന്നു വരാനുള്ള സാധ്യതയില്ലേ? മറ്റൊരു കാര്യം കൂടി, അതായത് ഈ കേസിൽ ഇപ്പോൾ പ്രതിയായി നിൽക്കുന്ന CB മാത്യൂസ്, അദ്ദേഹമാണ് അന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തത് ഈ കേസ് CBI അന്വേഷിക്കണം എന്ന്. അപ്പോൾ CB മാത്യൂസിന് അനുകൂലമായിട്ട് വാദിക്കുന്നവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ശ്രീ അനിൽ നമ്പ്യാർ, ഈ ഒരു വിഷയം ഒരു അപസർപ്പക കഥ പോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്വേഷണ സംഘത്തിനെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും പിന്നീട് വരികയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CBIയുടെ കുറ്റപത്രത്തിലുള്ള കണ്ടെത്തൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വളരെ പ്രചാരം നേടിയിരുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണോ, ഒരു കുറ്റാരോപണമാണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് വിസ ഓവർസ്റ്റേ ചെയ്തിരുന്ന ഒരു വിദേശ വനിതയുടെ മേൽ സെക്ഷൽ അഡ്വാൻസസ് നടത്തിയതിന്റെ ഭാഗമായിട്ടും അത് നിരസിച്ചതിന്റെ ഭാഗമായിട്ടുമാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു കേസ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. ശ്രീ അനിൽ നമ്പ്യാർ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് ചോദിച്ചിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്ര വലിയ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു കേസ് ഉണ്ടാക്കുന്നതിനോ അത് ദീർഘകാലം നടത്തുന്നതിനോ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോ മറിയം റഷീദ എന്ന വിദേശ വനിതയോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷൽ അഡ്വാൻസസ് വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയതിന്റെ പേരിൽ, അതിന് വഴങ്ങാത്തതിന്റെ പേരിലുള്ള വിരോധത്തിന്റെ പേരിലാണ് ഈ കേസ് ചാർജ് ചെയ്തത് എങ്കിൽ പിന്നീട് ആ കേസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തന്നെ ഇതിന്റെയൊക്കെ ചർച്ചകളുടെ ഭാഗമായിട്ടൊക്കെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന രീതിയിലത്തേക്കുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലേക്ക് ഇത് കേസ് മാറുകയും നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ CBI അന്വേഷണം ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ഡിമാൻഡുകളൊക്കെ വെക്കുകയും ചെയ്തതുപോലെയുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു കേസാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ അത് ആദ്യ ഘട്ടത്തിൽ തന്നെ അത് തള്ളിപ്പോകേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ CBIയുടെ കണ്ടെത്തലിൽ അവരുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ സംഭവങ്ങൾ എങ്കിൽ അതിന് പിന്നിൽ ചരട് വലിച്ചിരുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് കൂടി ഇവിടെ അറിയപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് ഈ ഓരോ ആൾക്കാരുമായി ബന്ധപ്പെട്ട്, അതായത് പ്രതിസ്ഥാനത്തുള്ള എന്നാൽ പിന്നീട് കുറ്റവിമുക്തരായിട്ടുള്ള ആൾക്കാർക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതേപോലെ തന്നെ പല ഘട്ടങ്ങളിലും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ പല ഉദ്യോഗസ്ഥരും പല കേസുകളും അന്വേഷിക്കുന്ന സമയത്ത് സത്യസന്ധരാണ് എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം ഉണ്ടാക്കിയിരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന നിലയ്ക്ക് ഈ ശാസ്ത്രജ്ഞരെ പറ്റിയും അഭിപ്രായം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിൽ എവിടെയാണ് പ്രശ്നം, ആരാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഗെയിമിന് ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഈ കേസിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് ശ്രീ നമ്പിനാരായണൻ എന്നത് ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നു, അദ്ദേഹത്തിന് ഒരു നഷ്ടപരിഹാരം കിട്ടുന്നു. ആ നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പിന്നീട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ക്ലിയർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആരുടേതാണ്, ഏത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൽ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇന്നും പുറത്തു വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് കണ്ടു, ഇതുമായി ബന്ധപ്പെട്ട് സിനിമകൾ ഉണ്ടാകുന്നത് കണ്ടു. ആ സിനിമകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് പോലും ദേശീയ താല്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന രീതിയിലത്തേക്ക് ഇതിനെ കാണുന്നതിന് പകരം പലപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറായിരുന്ന നമ്പിനാരായണൻ എന്നുള്ള ശാസ്ത്രജ്ഞനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ കരുതുന്നത് അതിനപ്പുറത്തേക്ക് ഇത് രാജ്യത്തിന്റെ താല്പര്യം എന്ന രീതിയിലത്തേക്ക് കൂടി കണ്ടുകൊണ്ട് ഇതിലുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കോൺസ്പിറസി ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നോ എങ്കിൽ അത് നടത്തിയത് ആൾക്കാർ ആരൊക്കെയാണ്, അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, അത് കേരളത്തിലെ ഒരു സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിരുന്നതാണോ, അതോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് ഇത് സുദീർഘമായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നീണ്ടുപോയത്, ഇതിൽ IB ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വന്നതിന് ശേഷവും അതിൽ യഥാർത്ഥ രീതിയിലുള്ള കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ നിരപരാധികളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിനും ഒക്കെ തന്നെ ഇത്രയും കാലതാമസം ഉണ്ടായത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം
ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ISROയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് അതിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യക്തത കിട്ടേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന വനിതകൾ അവരെന്തുകൊണ്ടാണ് അവരുടെ വിസ ഓവർസ്റ്റേ ചെയ്ത് ഇവിടെ നിൽക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ശ്രീ വിജയൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഒരു അന്വേഷണത്തിന് അദ്ദേഹം ആരംഭിക്കുന്നത്? എന്തായിരുന്നു ശശികുമാരൻ എന്ന് പറയുന്ന ISRO സയന്റിസ്റ്റുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന ബന്ധം? എന്തുകൊണ്ടാണ് അവർ ഫോണിലും മറ്റും ബന്ധപ്പെട്ടു എന്ന രീതിയിലത്തേക്കൊക്കെ പിന്നീട് കഥകൾ വന്നത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് നമ്പിനാരായണൻ ഈ ചിത്രത്തിലേക്ക് വരുന്നത്? അതെങ്ങനെയാണ് ISROയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീ നമ്പിനാരായണൻ ISROയിൽ നിന്ന് വിരമിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്വയം വിരമിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തീരുമാനിച്ചിരുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോഴും മിസ്റ്റീരിയസ് ആണ് അല്ലേ? ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ഒട്ടേറെ. അങ്ങേയറ്റം ദുരൂഹതകൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട, ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പ്രശ്നമുണ്ട് എന്നുള്ളത് ശരി, നമ്മളത് സമ്മതിക്കുന്നു. പക്ഷേ എങ്കിൽ ഈ കേവലം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ തീരുമായിരുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്യാൻ, ഇത്ര വലിയ മാഗ്നിറ്റ്യൂഡിൽ ഒരു കേസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ആരാണ്? അവരുടെ ഗുണം അവരെന്തായിരുന്നു അതിൽ നിന്ന് അവരെ ആഗ്രഹിച്ചിരുന്നത്? അതിന്റെ ആക്ച്വൽ ബെനിഫിഷ്യറീസ് ആരായിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരിക എന്ന് പറയുന്നത് ദേശീയ താല്പര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നെയിം ക്ലിയർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ താല്പര്യം എന്താണ്, ആ ദേശീയ താല്പര്യത്തിൽ ഈ വിവരങ്ങളെല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ പുറത്തു വരിക എന്നുള്ളതാണ് ഇതിൽ ആത്യന്തികമായിട്ടുള്ള ഒരേ ഒരു പോംവഴി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയും കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ സത്യം എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ അനിൽ.